അങ്ങനെയോ സർക്കാരിനെയോ പ്രതിനിധീകരിച്ച അല്ല ADGP RSS നേതാക്കളെ കണ്ടതെന്ന് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതും ആ കണ്ടതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് നാം കരുതുന്നു. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ. പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം. ആ ശരി ശരി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിശ്വാസം അർപ്പിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. TV അൻവർ MLA പരാതി കൊടുത്തിട്ടുള്ള പാർട്ടിക്കാണ്. അപ്പോൾ അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒരു കാര്യം. മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGPയുടെ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ശരിയാണോ? വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു പറഞ്ഞു. അദ്ദേഹം ചോദിക്കട്ടെ. പറ. ഇക്കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി യോഗത്തിൽ അങ്ങ് വ്യക്തമാക്കിയതാണെന്ന് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അന്ന് ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സമ്മതിച്ചതാണ്. പക്ഷെ പിന്നെയും അവർക്ക് ഒരു അവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആവർത്തിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, ഉപപ്രസംഗം എഴുതുന്നു, നേതാക്കൾ പരസ്യമായി അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ്. അങ്ങനെയൊന്നും നിങ്ങൾ കാണണ്ട. ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട. പ്രകാശ് ബാബു അദ്ദേഹമാണ് ഈ അദ്ദേഹം ജനകത്തിൽ വളരെ വിശാലമായ ലേഖനം 2 വട്ടം പരസ്യമായിട്ട് പറഞ്ഞ്, അതിനാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാട് വ്യക്താക്കിയല്ലോ. ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്താക്കിയല്ലോ. അൻവറിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കാം. ഈ സ്വർണ്ണക്കടത്തുകാർക്കും അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് അൻവർ വക്കാലത്തുമായി വന്നത് എന്നാണ്. അങ്ങനെയാണ് അങ്ങേക്ക് സംശയം? അങ്ങനെ ബോധ്യം നിങ്ങളുടെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ വായിലുണ്ട. ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് എൻ്റെ പേരെ ഇട്ടിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട.